സ്വപ്നങ്ങൾക്ക് ചിറകേകി പൂയപ്പള്ളി. സുവർണ ചിറക് 2026 വിജയമന്ത്രവുമായി അനീഷ് മോഹൻ. ജനസേവനത്തിന് പുതിയ ഓഫീസുമായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ PR സന്തോഷ്. വൻ ജനപങ്കാളിത്തത്തോടെ സുവർണ ചിറക് 2026 ശ്രദ്ധേയമായി. കൗമാര മനസ്സുകളിൽ പ്രതീക്ഷയുടെ പുതുവെളിച്ചം വിതറി ആത്മവിശ്വാസത്തിന്റെ ചിറകുകൾ തുന്നിച്ചേർത്ത് പൂയപ്പള്ളിയിൽ സംഘടിപ്പിച്ച സുവർണ ചിറക് മെറിറ്റ് ഫെസ്റ്റ് 2026 ജനശ്രദ്ധ നേടി. ചാമവിള ഡൂബി ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ വൻ ജനസഞ്ചയമാണ് ഒഴുകിയെത്തിയത്. പരിപാടിയുടെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് അംഗം PR സന്തോഷിന്റെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. വിദ്യാഭ്യാസം സമൂഹത്തിന്റെ പുരോഗതിയുടെ അടിത്തറയാണെന്നും കുട്ടികളുടെ പഠന മികവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ജനസേവനത്തിനായി ഓഫീസ് തുറന്ന സന്തോഷിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും അദ്ദേഹം ആശംസിച്ചു. ഓഫീസ് ആയിരിക്കും പൂയപ്പള്ളിയിൽ ശ്രീ PR സന്തോഷിന്റെ ജില്ലാ പഞ്ചായത്ത് ഓഫീസ്. ഞാൻ നേരത്തെ അനുമോദന സമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ തികച്ചും വേറിട്ടൊരു പ്രവർത്തന ശൈലിയും ജനകീയമായ പിന്തുണയും ആർജിച്ചുകൊണ്ട് പൊതുരംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയായിട്ടുള്ള ശ്രീ PR സന്തോഷിന്റെ എല്ലാ ഇടപെടലുകളും കൂടുതൽ ജനകീയമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ഓഫീസിന്റെ പ്രവർത്തനം. പൂയപ്പള്ളി, എളമാട്, വെളിനല്ലൂർ എന്നീ 3 പഞ്ചായത്ത് പ്രദേശങ്ങൾ വരുന്ന വെളിനല്ലൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, ആ ഡിവിഷനിലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രാപ്യമായ നിലയിൽ ഇത്തരത്തിൽ അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ബന്ധപ്പെട്ട സമിതികളിൽ എത്തിക്കാൻ, അതിന് ഒരു ഫലപ്രദമായി ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസ് എന്നുള്ള ഈ കാഴ്ചപ്പാട് വളരെ വളരെ നല്ലതാണ്. ചടങ്ങിൽ MM നസീർ MLA മുഖ്യപ്രഭാഷണം നടത്തി. നിലനിൽക്കുന്ന സാമൂഹ്യ തിന്മകൾക്കെതിരായി അതിശക്തമായ ഭാവി തലമുറയായി നിങ്ങൾ വളർന്നു വരേണ്ടതുണ്ട്. നല്ല ശക്തന്മാരായ കുട്ടികളാണ്, മിടുക്കന്മാരായ കുട്ടികളാണ്. സമൂഹത്തിൽ അന്തസ്സും ആഭിജാത്യവും പുലർത്തുന്ന ഒരു സംസ്കാരമുള്ള ഒരു തലമുറയായി നിങ്ങൾക്ക് മാറാൻ കഴിയണം. നിങ്ങളുടെ പഠനത്തിൽ ഇവിടെ പ്രിയപ്പെട്ട ശ്രീ അനീഷ് ചന്ദ്രൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും മിടുക്കോടുകൂടി, ഏറ്റവും മത്സര ബുദ്ധിയോടുകൂടി പഠിച്ചെടുക്കുകയും പഠിക്കുന്നതിന് മാത്രമല്ല മറ്റ് കാര്യം പുറം ലോകത്തുള്ള നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുള്ള, നമ്മുടെ വീടിന് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ബോധ്യമാക്കുന്ന നിലയിലേക്കുള്ള ഒരു ജീവിതക്രമം രൂപപ്പെടുത്തിയെടുക്കുക. കേവലം മാർക്കുകൾക്കപ്പുറം മൂല്യബോധവും സാമൂഹിക ഉത്തരവാദിത്വവുമുള്ള നല്ലൊരു തലമുറയെ വാർത്തെടുക്കലാണ് യഥാർത്ഥ വിദ്യാഭ്യാസമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. കേരളത്തിലെ പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറും HUG ഇന്റർനാഷണൽ CEOയുമായ അനീഷ് മോഹൻ നയിച്ച പ്രചോദനാത്മക ക്ലാസ് പരിപാടിയുടെ പ്രധാന ആകർഷണമായി മാറി. ജീവിത വിജയം എങ്ങനെ കൈവരിക്കാം, കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് എങ്ങനെ എത്തിച്ചേരാം, വഴിയിൽ നേരിടുന്ന നിരാശകളെയും പരാജയങ്ങളെയും എങ്ങനെ അതിജീവിക്കാം എന്നിവയെക്കുറിച്ച് തികച്ചും ആധികാരികവും പ്രായോഗികവുമായ അനുഭവങ്ങളിലൂടെ അദ്ദേഹം വിദ്യാർത്ഥികളോട് സംവദിച്ചു. അനീഷ് മോഹൻ പങ്കുവച്ച പ്രധാന വിജയസൂത്രങ്ങൾ: നിരാശകളെ തോൽപ്പിക്കുക. പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. നിരാശയിൽ തളരാതെ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇച്ഛാശക്തിയോടെ മുന്നേറണം. ലക്ഷ്യബോധവും കഠിനാധ്വാനവും. വെറുതെ സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. കൃത്യമായ ലക്ഷ്യവും അത് നേടാനുള്ള ദിവസേനയുള്ള അച്ചടക്കമുള്ള പരിശ്രമവുമാണ് പ്രധാനം. മൊബൈൽ ഫോണിന്റെയും സോഷ്യൽ മീഡിയയുടെയും അമിതോപയോഗം കുട്ടികളുടെ ഏകാഗ്രത നശിപ്പിക്കും. സാങ്കേതിക വിദ്യയെ വിവേകത്തോടെ പഠന ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക. സ്വപ്നം കാണാൻ എല്ലാവർക്കും സാധിക്കും. എന്നാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അച്ചടക്കവും കഠിനാധ്വാനവും നിരന്തര പരിശ്രമവും അനിവാര്യമാണെന്ന് അനീഷ് മോഹൻ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം PR സന്തോഷിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. നാടിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ പുതിയൊരു അധ്യായം കുറിച്ച ഈ മെറിറ്റ് ഫെസ്റ്റ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ആത്മവിശ്വാസവും പുതിയ ദിശാബോധവും പകർന്നു നൽകിയ മികച്ചൊരു കൂട്ടായ്മയായി മാറി. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.